ബേസിലിന്റെ കൈകൊടുക്കൽ സാമൂഹിക മാധ്യമങ്ങളിലെല്ലാം വൈറലായിരുന്നു. ഇത് വലിയ ട്രോളുകൾ ഉണ്ടാക്കിയിരുന്നു. പിന്നാലെ ടൊവിനോ തോമസ്, സുരാജ് വെഞ്ഞാറമൂടെല്ലാം ഈ ഗണത്തിൽ ഇരയായി. ഇപ്പോഴിതാ സമാനമായ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. അതേസമയം ഈ കഥ സുരാജിലും തീർന്നില്ല. കഴിഞ്ഞ ദിവസം ആ ക്ലബിലേക്ക് രമ്യ നമ്പീശന്റെയും കടന്നുവരവ്. ഭാവനയും രമ്യ നമ്പീശനും പങ്കെടുത്ത ഒരു പരിപാടിയിൽ കൈകൊടുക്കാൻ ശ്രമിക്കുന്ന രമ്യയെ കാണാതെ ഒരു ക്രിക്കറ്റ് പ്ലെയർ മുന്നോട്ട് നീങ്ങുന്ന ദൃശ്യമാണ് വൈറലായത്. അവിടെയും കഥ തീർന്നില്ല. അതിനു പിന്നാലെ ആ ക്ലബിലേക്ക് ഇപ്പോൾ മെഗാസ്റ്റാർ മമ്മൂട്ടിയും എത്തി. മമ്മൂട്ടിയും ഒരു കുട്ടിയും ഒന്നിച്ചുള്ള രസകരമായ വീഡിയോ ആണ് സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായത്. തന്റെ അടുത്തേക്ക് വന്ന കുട്ടിക്ക് മമ്മൂട്ടി കൈ കൊടുക്കാൻ നോക്കുന്നതും, എന്നാൽ കുട്ടി അത് കാണാതെ തൊട്ടടുത്ത് നിൽക്കുന്നയാൾക്ക് കൈ കൊടുക്കുന്ന മനോഹരമായ വീഡിയോയാണ് ഇപ്പോൾ വൈറലായത്. ഇതോടെ ബേസിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പുതിയ എൻട്രി എന്ന അടിക്കുറിപ്പോടെ ഈ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ്. ഒരു പരിപാടിക്കിടെ സുരാജ് വെഞ്ഞാറമൂടിന് കൈകൊടുക്കാതെ പോയ ഗ്രേസ് ആന്റണിയുടെ വീഡിയോ ചർച്ചയായിരുന്നു. ഇവരുടെ തന്നെ ഇ.ഡി എന്ന സിനിമയിലെ ഓഡിയോ ലോഞ്ചിലാണ് സംഭവം. വേദിയിലിരിക്കാനായി എത്തിയ ഗ്രേസ് പലർക്കും കൈ കൊടുക്കുമ്പോൾ സുരാജ് കൈ നീട്ടിയെങ്കിലും ഗ്രേസ് ശ്രദ്ധിച്ചില്ല. സുരാജിന് സമീപത്ത് ടൊവിനോ തോമസും ഉണ്ടായിരുന്നു. ഇതോടെ ഈ വീഡിയോ വൈറലായി. സുരാജിന് കൈ കൊടുക്കാത്ത ഗ്രേസ് ആന്റണി പിന്നീട് സംഭവിച്ചത് കണ്ടോ എന്ന തലക്കെട്ടിലാണ് വീഡിയോ പ്രചരിച്ചത്. അതേസമയം ഈ വീഡിയോ വൈറലായതോടെ കമന്റുമായി താരങ്ങളെല്ലാം തന്നെ എത്തി. ഇത് അങ്ങനെയൊന്നുമല്ലടാ, അല്ലേ സുരാജേട്ട എന്നായിരുന്നു ഗ്രേസിന്റെ രസകരമായ കമന്റ്. ഇതിന് മറുപടിയായി ഞാൻ മാത്രമല്ല ടൊവിയുമുണ്ട് എന്നായിരുന്നു ടൊവിനോ തോമസിനെ ടാഗ് ചെയ്ത് സുരാജിന്റെ കമന്റ്. ഇതോടെ മറുപടിയായി ടൊവിനോയും എത്തി. ബേസിൽ സംഭവത്തിന് ശേഷം ഞാൻ ആർക്കും കൈ കൊടുക്കാറേ ഇല്ല എന്നായിരുന്നു ടൊവിനോയുടെ മാസ് മറുപടി. ഇതോടെ ആരാധകരും രസകരമായ കമന്റുകളുമായി എത്തുകയായിരുന്നു.